കോൺഗ്രസിനെ തള്ളിയും CPM-നെ പുകഴ്ത്തിയും സമസ്ത. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തോടുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും സമീപനമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ പ്രതിപാദിക്കുന്നത്. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും സുപ്രഭാതം വിമർശിക്കുന്നുണ്ട്. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഇപ്പോൾ ഈ സമസ്ത ആരുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാകുന്നില്ല. രജനി, പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ ഇത്തരത്തിൽ ഈ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനെ തള്ളി ഈ CPM-നെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം 5 നൂറ്റാണ്ടുകൾ നീണ്ട ഈ ധർമ്മരക്ഷാ ദൗത്യത്തിന്റെ വിജയകരമായ പരിസമാപ്തി കുറിച്ചുകൊണ്ടപ്പോൾ ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും അല്ലെങ്കിൽ ഇതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുമെല്ലാം പല സംഘടനകളും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഈ ക്ഷണം, അതായത് കോൺഗ്രസിന്റെ ഈ ക്ഷണം കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ളത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അത്തരത്തിൽ ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തു നിന്നൊരു വിമർശനം, വലിയ രീതിയിലുള്ള വിമർശനം വന്നിട്ടുള്ളത് എന്നാണ് പ്രധാനമായി പറയേണ്ടത്. അതായത് ഈ വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജവം സോണിയാഗാന്ധി കണ്ടുപഠിക്കണമെന്നാണ് സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. കാരണം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ പാടെ തള്ളി വിമർശിച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടി വരും. ഈ പള്ളി പൊളിച്ചെടുത്ത കോൺഗ്രസ് കാൽ വെക്കുമോ എന്ന തലക്കത്തോട് കൂടിയിട്ടാണ് ഈ സുപ്രഭാതത്തിലെ ഈ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിഷയത്തിൽ CPM എടുത്ത നിലപാടിനെ വാനോളം പുകഴ്ത്തിയുള്ള ഒരു എഴുത്താണ് അത്തരത്തിൽ സുപ്രഭാതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ചർച്ച അല്ലെങ്കിൽ പ്രധാനമായി എടുത്ത് പറയേണ്ടതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലമായി CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഒരു മുസ്ലിം പ്രീണന സ്വഭാവമായിരുന്നു. എന്നാൽ അത്തരം വിഷയങ്ങളിലേക്ക് സമസ്ത കൂടി ഇടപെടുന്നു, കോൺഗ്രസിനെ പാടെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ സോണൽ ഇന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ചടങ്ങുകൾ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ CPM-നാണ് ഇപ്പോൾ ഈ സമസ്ത പിന്തുണ നൽകിയിരിക്കുന്നത്. അത് രജനി, പ്രധാനമായി പറയേണ്ടത് ഏതൊക്കെ രീതിയിൽ പ്രീണന സ്വഭാവം എടുത്ത് CPM മുന്നോട്ട് ഇറങ്ങുന്നു അതിനെ പൂർണ്ണമായി പിന്താങ്ങിക്കൊണ്ട് ഇപ്പോൾ സമസ്തയും രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു മുഖപത്രത്തിലൂടെ, സംസ്ഥയുടെ സുപ്രഭാതം എന്ന മുഖപത്രത്തിലൂടെ പ്രധാനമായി വരച്ചിടുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലെങ്കിലും ഒരു പുനർചിന്തനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകിയിട്ടില്ലെങ്കിൽ 2024-ലും BJP തന്നെ രാജ്യം ഭരിക്കും എന്നുള്ള കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ BJP പച്ചയ്ക്ക് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മതേതര ജനാധിപത്യ കക്ഷികളെ ഒരുമിച്ച് നിർത്താനുള്ള നിലപാട് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം എന്നുള്ളൊരു കാര്യം ഈ മുഖപത്രത്തിലൂടെ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിനെ ഏതൊക്കെ രീതിയിൽ വിമർശിക്കാൻ പറ്റുമോ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് സമസ്ത എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അതിനെ CPM-നെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ CPM-നെ പിന്താങ്ങിക്കൊണ്ടുള്ള ഒരു പരാമർശം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ദേശാഭിമാനിയിലും ഇന്ന് കാണാൻ കഴിഞ്ഞത്. കാരണം പ്രധാന പേജിലാണ് അത്തരത്തിൽ ഈ ഒരു രാമക്ഷേത്ര ഉദ്ഘാടനം സർക്കാർ പരിപാടി എന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വിഷയത്തിനെ മുൻനിർത്തിക്കൊണ്ട് സമസ്തയുടെ മുഖപത്രത്തിലും ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുന്നു. കോൺഗ്രസിനെ പാടത്തള്ളിക്കൊണ്ടുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ പാടത്തള്ളിക്കൊണ്ടുള്ള ഒരു രീതി, ഒരു എഴുത്ത് സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതും ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് എന്നടക്കമുള്ള ഒരു വിമർശനം ഇത്തരത്തിൽ ഈ CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ മുൻനിർത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ഈ ക്ഷണം അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാനുള്ള ഈ കോൺഗ്രസിന്റെ ഈ നിലപാട് അത് തീർത്തും അപലപനീയമാണ് എന്നുള്ള കാര്യമാണ് അത്തരത്തിൽ ഇപ്പോൾ ഈ സമസ്തയുടെ മുഖപത്രത്തിൽ പ്രധാനമായി വിമർശനത്തോടു കൂടി എഴുതിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമായി നോക്കിക്കാണേണ്ടതാണ്. ശരി, എന്തായാലും പ്രീണന രാഷ്ട്രീയം തുടരുക തന്നെയാണ് സമസ്തയും ചെയ്യുന്നത്. CPM-നൊപ്പം ചേരുന്നു. ഈ രാമപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിന് അതിരൂക്ഷമായ രീതിയിലാണ് സമസ്തയുടെ മുഖപത്രത്തിൽ വിമർശിച്ചിരിക്കുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.